നമസ്കാരം. ഇന്ത്യയിൽ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കകം അദ്ദേഹം ഇറ്റലി സന്ദർശിച്ച് G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം 2 ദിവസത്തെ റഷ്യൻ സന്ദർശനം നടത്തിയെന്ന് മാത്രമല്ല, ഓസ്ട്രേലിയയിലും സൗഹൃദ സന്ദർശനം നടത്തിയിരുന്നു. നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്ര സന്ദർശനം നടത്തുന്നതിനെ ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം തന്നെ ഇന്ത്യൻ ജനത നരേന്ദ്രമോദിയോട് കുറേ കാലങ്ങളായി ചോദിക്കുന്നത്, ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടം പോലെ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് മെയ് 3, 2023 മുതൽ കുക്കി, മേത്തി ആദിവാസികൾ തമ്മിൽ വംശീയമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തത് എന്ന്. കഴിഞ്ഞ 1.25 കൊല്ലമായി കുക്കി, മേത്തി ആദിവാസികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ആക്രമണങ്ങളിൽ ഇതുവരെ ഈ 2 ഗ്രൂപ്പിലുംപ്പെട്ട 221 സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, 1000-ഓളം പേരാണ് ആക്രമണ പരമ്പരകളിൽ പരിക്കേറ്റിട്ടുള്ളത്. അതുകൂടാതെ 60,000 കുടുംബങ്ങൾക്ക് അവരുടെ വീട് വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നിട്ടുണ്ടായിരുന്നു. തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 32-ഓളം പേർ മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല, 4756 വീടുകളും അതുപോലെ 386 റിലീജിയസ് സ്ട്രക്ചറുകളും അക്രമികൾ കത്തിച്ച് ചാമ്പലായി കളഞ്ഞിരിക്കുകയാണ്. മണിപ്പൂരിൽ ഇത്ര വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതൊന്നും കാര്യമായി എടുക്കാതെ ഫോറിൻ ടൂറിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സത്യസന്ധത ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തക്ക സമയത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഈ വൈകിയ വേളയിലും അദ്ദേഹം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ആക്രമണങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സന്ദർശിച്ച് അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അക്രമം നടത്തുന്നവർക്കെതിരെ സത്വര ക്രിമിനൽ നടപടികൾ എടുക്കുവാനും മടി കാണിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനരോഷം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.